ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വിഷു സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു മിക്സഡ് ഫ്രൂട്ട് പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഫ്രൂട്ടൊന്നും നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിഷുവിന് നമ്മൾ കണി വെക്കാനായിട്ട് വാങ്ങിക്കുന്ന ഫ്രൂട്ടുകൾ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, റോ റൈസ്. അത് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് വേണം നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാൻ. അതുപോലെ ബദാമും നട്ട്സും ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഏലയ്ക്ക ഒരു 6 എണ്ണം ആണ്. അതും നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഇപ്പോൾ അത് ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് നമുക്കിതിലേക്ക് 1 ലിറ്റർ പാലാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 പാക്കറ്റ് 500 ml 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ്. നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പാലൊന്ന് ചൂടാക്കി എടുക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന അരിയും ബദാമും ഒക്കെ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബദാമിൻ്റെ സ്കിന്നൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ക്രീമി ആയിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാനത് അരച്ചെടുത്തത് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ വെള്ളം ഞാനതങ്ങ് മാറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ അരി മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഒരു ക്രീമി ആയിട്ട് ഇത് അരയ്ക്കേണ്ട, ഒരു തരിതരിപ്പായിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിങ്ങനെ അരച്ചെടുത്ത അരി നമ്മളൊരു ബൗളിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അരച്ചെടുത്ത അരിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ അന്നേരം അപ്പോൾ തന്നെ അത് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. അത് പാത്രത്തിനടിയിൽ പോയിട്ട് കരിഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ബദാം അതിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച ബദാമിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള മിക്സാണ്. അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാലും നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ക്രീമി ആയിട്ട് വരും. നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാര കയ്യിലുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 200 ml ആണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നല്ല മധുരമാണ് കിട്ടുന്നത്. വിഷുവിന് പായസം തയ്യാറാക്കുമ്പോൾ ഒട്ടും മധുരം കുറയ്ക്കേണ്ട. അതുപോലെ നമ്മൾ അതിൻ്റെ കൂടെ മധുരമുള്ള ഫ്രൂട്ട്സുകളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല മധുരമാണ് കിട്ടുന്നത്. മധുരം കൂടുതൽ ചേർക്കണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം എത്രയും വേണ്ട ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ അളവിൽ കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത ഫ്രൂട്ട്സുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് ഗ്രേപ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, സീഡ്ലെസ് ആണ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഡേറ്റ്സ് ആണ്. അതും സീഡൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഗ്രേപ്സ്, ആപ്പിൾ, ഇനി പോമഗ്രനേറ്റ് ആണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴമാണ്, പഴം ചേർക്കണം എന്നുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് ഗാർണിഷും കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. വിഷുവിന് അടിപൊളി പായസമാണ്.
ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പായസമാണ്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കൂടി നോക്കാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം. സൂപ്പർ പായസമാണ്. വിഷുവിന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി പായസമാണ്. റീഫ്രഷിംഗ് ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾ തയ്യാറാക്കിക്കോളൂ. ഞാനിത് കുടിച്ച് തീർത്തിട്ട് ഞാൻ വരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറന്നു പോകരുത്. അടുത്തൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.